Hi students, once again welcome back to EduSpring classes. Today we are going to discuss how to prepare a balance sheet of non-profit organization. First of all, we have to discuss one question. Students, നമുക്കൊരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫ്രം ദ ട്രയൽ ബാലൻസ് ആൻഡ് അതർ ഇൻഫോർമേഷൻ ഓഫ് എ സ്കൂൾ പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2014. 2014 മാർച്ച് 31 ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ഒരു ട്രയൽ ബാലൻസ് ഇതിൻ്റെ കൂടെ നൽകിയിരിക്കുന്നു. ട്രയൽ ബാലൻസ് ഐറ്റംസ് ആണ് വായിക്കാൻ വേണ്ടി പോകുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 7 lakh. ഒരു ബാലൻസ് ഷീറ്റിലേക്ക് അസറ്റ് ലയബിലിറ്റീസ് അതാണ് പ്രധാനമായിട്ടും എടുക്കുന്നത്. ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 7 lakh അസറ്റ് ആണ്. ലൈബ്രറി ബുക്സ് 1,40,000 അസറ്റ് ആണ്. അഡ്മിഷൻ ഫീസ് 15,800 ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അത് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുന്നതല്ല, ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ക്രെഡിറ്റേഴ്സ് ഫോർ സപ്ലയേഴ്സ് 16,000 അതെന്നാണ് ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കും. ക്രെഡിറ്റേഴ്സ് ഫോർ സപ്ലയേഴ്സ് അത് വായിച്ചു. ഫർണിച്ചർ 1,40,000 ഫിക്സഡ് അസറ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 10% 6 lakh ഫിക്സഡ് അസറ്റ് ആണ്. സാലറീസ് 5,10,000 അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് എടുക്കുന്നതല്ല. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 45,000 ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, എടുക്കുന്നതല്ല. ട്യൂഷൻ ഫീസ് റിസീവ്ഡ് 6,80,000 അതെന്നാണ് ഇൻഡയറക്റ്റ് ഇൻകം ആണ്, എടുക്കുന്നതല്ല. ജനറൽ എക്സ്പെൻസസ് 17,000 ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, എടുക്കുന്നതല്ല. റെന്റ് ഫോർ ദി ഓഡിറ്റോറിയം 12,000 ഇൻഡയറക്റ്റ് ഇൻകം ആണ്, എടുക്കുന്നതല്ല. ജനറൽ ഫണ്ട് 11 lakh അതെന്താണ് ലയബിലിറ്റി ആണ്, അത് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുന്നതാണ്. ഗ്രാന്റ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് 4,20,000 അതും ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കും. സ്പോർട്സ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഗ്രൗണ്ട് 1,20,000 അതാണ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കും. മിസ്ലേനിയസ് റെസിപ്റ്റ് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അതായത് ക്രെഡിറ്റ് സൈഡിലുള്ളതെല്ലാം എന്തായിരിക്കും, ഇൻകം ആയിരിക്കും, ഇൻകവും ലാബിലിറ്റിയും ആയിരിക്കും. അപ്പൊ അതിലേതാണ് ഇൻകം ഏതാണ് ലാബിലിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ ഡേറ്റ് 1/4/2013 അത് April 1 ആ ഒരു ഫർണിച്ചർ വിൽക്കുന്നത്. 26,800. ഡൊണേഷൻ ഫോർ ലൈബ്രറി ബുക്സ് 84,000 അത് ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുന്നതാണ്. ക്യാഷ് ഇൻ ഹാൻഡ് കറന്റ് അസറ്റ് ആണ്, ക്യാഷ് അറ്റ് ബാങ്ക് കറന്റ് അസറ്റ് ആണ്. ട്രയൽ ബാലൻസ് ടോട്ടൽ 23,80,600 ആണ്. ഇനി വരുന്നത് അഡീഷണൽ ഇൻഫോർമേഷൻ. ട്യൂഷൻ ഫീസ് ഔട്ട്സ്റ്റാൻഡിംഗ് 20,000. ട്യൂഷൻ ഫീസ് ഔട്ട്സ്റ്റാൻഡിംഗ് 20,000 അത് അക്രൂഡ് ഇൻകം ആണ്. അക്രൂഡ് ഇൻകം കറന്റ് അസറ്റ് ആണ്, അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലേക്കാണ് എടുക്കുന്നത്. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് അത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആണ് 25,000 അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലേക്കാണ് എടുക്കുന്നത്. റെന്റ് ഫോർ ദ ഓഡിറ്റോറിയം ടു ബി റിസീവ്ഡ് ₹6,000 അത് അക്രൂഡ് ഇൻകം ആണ്, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലേക്ക് എടുക്കുന്നു. ഫർണിച്ചർ കോസ്റ്റിംഗ് ₹30,000 വാസ് പർച്ചേസ്ഡ് ഓൺ 1st July 2013 വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ടോട്ടൽ ഫർണിച്ചർ 1,40,000 അതിൽ 30,000 രൂപയുടെ ഫർണിച്ചർ ജൂലൈ മാസത്തിലാണ് വാങ്ങുന്നത്. അതായത് ബിസിനസ് പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു ഫർണിച്ചർ വാങ്ങുന്നത്. മീൻസ് ബാക്കി വരുന്ന
9 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ ആണ് 30,000 രൂപക്ക് നൽകേണ്ടത്. ബുക്ക് വാല്യൂ ഓഫ് ഫർണിച്ചർ സോൾഡ് വാസ് ₹14,000 ഓൺ 1st April 2013. ഇനി 40,000 രൂപ, 40,000 രൂപയുടെ ഫർണിച്ചർ എന്താണ് വിറ്റു. 40,000 രൂപയുടെ ഫർണിച്ചർ വിറ്റു. അത് എന്നാ വിറ്റത്? അത് അക്കൗണ്ടിംഗ് പീരീഡിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്. ഡിപ്രീഷിയേറ്റ് ഫർണിച്ചർ 10. ഈ ഒരു ക്വസ്റ്റ്യൻസ് പൂർണ്ണമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഇതൊരു ബാലൻസ് ഷീറ്റ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റ് സൈഡ് ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലാബിലിറ്റി സൈഡ് ആണ്. ആദ്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അസറ്റ് സൈഡ് ഫിൽ ചെയ്യാം. ഫസ്റ്റ് വരുന്നത് എന്താണ്? ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഓരോന്നായിട്ട് ആദ്യമായിട്ട് എടുക്കാം. ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റ്സ്. ആദ്യമായിട്ട് ഫിക്സഡ് അസറ്റ്സ് ആണ് എടുക്കേണ്ടത്. ഫിക്സഡ് അസറ്റ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 7 lakh ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫിക്സഡ് അസറ്റ് ആണ്. ഇനി ഇതിന് ഡിപ്രീസിയേഷൻ ഉണ്ടോ എന്ന് അഡ്ജസ്റ്റ്മെന്റിൽ നോക്കണം. ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട് 6% ആണ്. ഇപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ എത്രയാണ്? 6% ആണ്. അതുപോലെ അഡീഷണൽ ആയിട്ട് പുതുതായിട്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നുണ്ടോ അതും ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അഡീഷണൽ ആയിട്ട് വാങ്ങുന്നില്ല, ഡിപ്രീസിയേഷൻ മാത്രമാണ് ഇവിടെ കൊടുക്കാനുള്ളത്. അപ്പോൾ ഒന്നാണ് ഇവിടെ 7 lakh എന്ന് കൊടുക്കുന്നു. ഡിപ്രീസിയേഷൻ ഉള്ളത് കൊണ്ടാണ് 7 lakh ഇവിടെ നൽകാനുള്ള കാരണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡിപ്രീസിയേഷൻ ഒന്നും ഇല്ലെങ്കിൽ നേരെ എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. മൈനസ്, അതായത് ലെസ് ഡിപ്രീസിയേഷൻ, ലെസ് ഡിപ്രീസിയേഷൻ, അതായത് 7 lakhന്റെ 6%, അതായത് ഡിപ്രീസിയേഷൻ വരുന്നത് 7 lakh into 6/100 എത്രയാണ് വരുന്നത്? 7 lakh 6/100 വരുന്നത് എത്രയാണ്? 42,000 ആണ്. 42,000 ആണ് ആൻസർ വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഡിപ്രീസിയേഷൻ വരുന്നത് എത്രയാണ്? 42,000 ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ 42,000. അപ്പൊ 7 lakhൽ നിന്നും 42,000 ചെയ്യാം, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6,58,000. 6,58,000 രൂപ. 6,58,000 രൂപയാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. പിന്നീട് വരുന്നത് ഏതാണ്? ലൈബ്രറി ബുക്സ് ആണ്. ലൈബ്രറി ബുക്സ് ഫിക്സഡ് അസറ്റ് ആണ്. ലൈബ്രറി ബുക്സ്, ലൈബ്രറി ബുക്സ് എമൗണ്ട് എത്രയാണ്? 1,40,000. 1,40,000, 1,40,000. അതിന്റെ ഡിപ്രീസിയേഷൻ ഉണ്ട്, എത്രയാണ്? 15%. ലൈബ്രറി ബുക്സിന്റെ ഡിപ്രീസിയേഷൻ 15%. ലെസ് ഡിപ്രീസിയേഷൻ, ലെസ് ഡിപ്രീസിയേഷൻ, അതായത് 1,40,000 into 15% സമം എത്രയാണ്? 1,40,000ന്റെ 15% ആണ് ഡിപ്രീസിയേഷൻ വരുന്നത്. എത്രയാണ്? 21,000. 21,000 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതിന്റെ 15% എടുത്തു കഴിഞ്ഞാൽ 21,000 എന്ന് ലഭിക്കും. ഇതെന്ത് ചെയ്യണം? ലെസ് ഡിപ്രീസിയേഷൻ 21,000 എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോൾ 1,40,000 നിന്നും 21,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 1,90,000, 1,19,000 ആണ് വരുന്നത്. അപ്പോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എടുത്തു, ലൈബ്രറി എടുത്തു. ഇനി ഏതാണ് ഫിക്സഡ് അസറ്റ്? ഈ ഫിക്സഡ് അസറ്റ് വരുന്നത് അഡ്മിഷൻ ഫീസ്, ക്രെഡിറ്റേഴ്സ് ഫോർ ഫർണിച്ചർ ആണ് വരുന്നത്. ഫർണിച്ചർ, ഫർണിച്ചർ, ഫർണിച്ചർ എമൗണ്ട് എത്രയാണ്? 1,40,000 ആണ്. 1,40,000.
ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ പ്രത്യേകം പറയുന്നുണ്ട്. ബുക്ക് വാല്യൂ ഓഫ് ഫർണിച്ചർ സോൾഡ് വാസ് റുപ്പീസ് 14,000. 40,000 രൂപയുടെ ഫർണിച്ചർ എന്താണ് ഇവിടെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഫർണിച്ചർ ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇവിടെ വെച്ച് എന്ത് ചെയ്ത് ലെസ് ചെയ്യണം. ലെസ് ഫർണിച്ചർ സോൾഡ്, ലെസ് ഫർണിച്ചർ സോൾഡ് എത്രയാണ്? 40,000. 40,000. ബാക്കി എമൗണ്ട് എത്രയാണ്? 1 lakh. ഇനി ബിസിനസിന്റെ കയ്യിൽ എത്രയേ ഉള്ളൂ? 1,00,000 രൂപയുടെ ഫർണിച്ചർ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, ഈ 1,00,000 നിന്നാണ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യേണ്ടത്. ലെസ് ഡിപ്രീസിയേഷൻ, ലെസ് ഡിപ്രീസിയേഷൻ, ലെസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എമൗണ്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അതായത് ജൂലൈ മാസത്തിലാണ് ഇവിടെ ബാക്കി 1,00,000 രൂപയുടെ ഫർണിച്ചർ അല്ലേ ഉള്ളത്. അതിന് 30,000 രൂപയുടെ ഫർണിച്ചർ ജൂലൈയിലാണ് വാങ്ങുന്നത്. അതായത് 3 മാസത്തിന് ശേഷമാണ് വാങ്ങുന്നത്. ബാക്കി എത്ര ഉണ്ടാകും? അതായത് 1,00,000 നിന്ന് 30,000 കുറച്ചാൽ ബാക്കി 70,000 രൂപ. അപ്പൊ 70,000 രൂപയുടെ ഫർണിച്ചർ ഒരു വർഷത്തേക്ക് ഉപയോഗിക്കുന്നു. ബാക്കി 30,000 രൂപയുടെ ഫർണിച്ചർ 9 മാസത്തേക്കുമാണ് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ നൽകേണ്ടത്. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ ഇതിനെ എന്ത് ചെയ്യാം? 2 പാർട്ടാക്കണം. ഒന്ന് 70,000 രൂപയുടെ ഫർണിച്ചർ ആണ്. ഒന്ന് എത്രയാണ്? 70,000 രൂപയുടെ ഫർണിച്ചർ. രണ്ടാമത് എത്രയാണ്? 30,000 രൂപയുടെ ഫർണിച്ചർ. ക്ലിയർ ആയല്ലോ? കാരണം 30,000 രൂപയുടേത് ജൂലൈയിലാണ് വാങ്ങുന്നത്. ബാക്കി എമൗണ്ട് എത്രയാണ്? 70,000 രൂപ. അത് തുടക്കം മുതലേ ഉണ്ട്. അപ്പൊ ഇതിനെന്ത് ചെയ്യണം? ഒരു വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ കൊടുക്കണം. ഇതിനോ 30,000 രൂപക്ക് 9 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ 1 ഇയർ. ഇതിന് ഒരു വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ കൊടുക്കണം. ഇതിനെന്താണ്? 9 months. 9 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ ആണ് 30,000 രൂപക്ക് നൽകേണ്ടത്. അപ്പൊ അങ്ങനെ ഡിപ്രീസിയേഷൻ കാണാം. ഇൻറ്റു 70,000 ഇൻറ്റു എത്ര ശതമാനമാണ് ഫർണിച്ചർ? 10%. 10%. 70,000 ഇൻറ്റു 10%. എത്ര എമൗണ്ട് എത്ര വരുന്നത്? 7,000. 70,000ന്റെ 10% 7,000 രൂപ. ഇനി 30,000 രൂപ എന്നാണ്, അതും 10% തന്നെയാണ്. 10%. പക്ഷെ അത് എത്ര മാസത്തേക്കാണ്? 9 മാസം. അപ്പൊ 12 മാസമാണല്ലോ ആകെ. അപ്പൊ 9/12, 12 മാസം. അപ്പോൾ 30,000ന്റെ 10/100, 9/12. എമൗണ്ട് എത്രയാണ് ലഭിക്കുന്നത്? 2,250 രൂപ. 2,250 രൂപയാണ്. അപ്പൊ 2 ഡിപ്രീസിയേഷനും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 9,250. ഇതാണ് അതിന്റെ ഡിപ്രീസിയേഷൻ. ഇത് നിങ്ങൾ ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ്, ഈ കോളത്തിന്റെ പുറത്താണ് ഈ ഒരു കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾ നടത്തേണ്ടത്. അപ്പൊ അങ്ങനെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇവിടെ ചെയ്തതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? അത് പുറത്ത് എന്ത് ചെയ്യുക? കൊണ്ട് വർക്കിംഗ് നോട്ടിൽ എന്ത് ചെയ്യുക? ഈ വർക്ക് ചെയ്യുക. 9,250 ആണ് അതിന് ആൻസർ വരുന്നത്. അപ്പോൾ 9,250. അപ്പോൾ എമൗണ്ട് എത്രയാണ് വരുന്നത്? എമൗണ്ട് വരുന്നത് അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന എമൗണ്ട് ആണ് 90,750. 90,750 രൂപ. 90,750 രൂപയാണ് ബാക്കി ബാലൻസ്. 1,00,000 നിന്നും 9,250 കുറച്ച് കഴിഞ്ഞാൽ 90,750 രൂപ. ഇപ്പോൾ ഫിക്സഡ് അസറ്റ് 3 എടുത്തു. ഇനി എടുക്കാനുള്ളത് എന്താണ്? ഇനി എടുക്കാനുള്ളത് ഇൻവെസ്റ്റ്മെന്റ് അറ്റ് 10%. ഇൻവെസ്റ്റ്മെന്റ് അറ്റ് 10%. എമൗണ്ട് എത്രയാണ്? 6 lakh ആണ്. 6 lakh. 6 lakh ആണ്. ഇനി ഏതെങ്കിലും
ഫിക്സഡ് അസറ്റ് ഉണ്ടോ? ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ട് 1,20,000. ഗ്രൗണ്ട് 1,20,000. ഗ്രൗണ്ട് എന്നാണ് ഫിക്സഡ് അസറ്റ് ആണ്. ഇനി ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് ഉണ്ടോ? ലാൻഡ് ആൻഡ് ബിൽഡിങ്, ലൈബ്രറി, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ ഗ്രൗണ്ട്. ഇത്രയുമാണ്. ഇനി ഉള്ളത് എന്താണ്? കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൽ എന്താണ്? അക്രൂഡ് ഇൻകംസ് വരുന്നുണ്ട്. അക്രൂഡ് ഇൻകംസ് അഡീഷണൽ ഇൻഫർമേഷനിലാണ്. ട്യൂഷൻ ഫീ ഔട്ട്സ്റ്റാൻഡിങ് 20,000. ട്യൂഷൻ ഫീ ഔട്ട്സ്റ്റാൻഡിങ് 20,000. ട്യൂഷൻ ഫീ ഔട്ട്സ്റ്റാൻഡിങ് 20,000. അതുപോലെ തന്നെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് അത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് 6,000. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് 6,000. നെക്സ്റ്റ് അത്ര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വരുന്നുള്ളൂ. ഇനി എന്താണ് അവിടേക്ക് വരേണ്ടത്? ട്യൂഷൻ, ഇനി എന്താണ്? 10%. ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 10% അല്ലേ? ഈ 10% ഇതിനെന്തുണ്ടായിരിക്കും? ഒരു വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് ആ ഇൻട്രസ്റ്റ് ലഭിക്കില്ല. അതാണ് അക്രൂഡ് ഇൻട്രസ്റ്റ് ആണത്. അപ്പൊ അതെന്ത് ചെയ്യണം? ഇവിടെ ഉൾപ്പെടുത്തണം. ഇൻട്രസ്റ്റ് അക്രൂഡ്. ഇൻട്രസ്റ്റ് അക്രൂഡ്. ഇൻട്രസ്റ്റ് അക്രൂഡ് എത്രയാണ്? അതായത് 6,00,000ന്റെ 10% എത്രയാണ്? അതും 6,000 രൂപ. 6,000 രൂപയാണ് ഇൻട്രസ്റ്റ് അക്രൂഡ്. 6,000 രൂപ. സോറി, 6,000 അല്ല. 6,00,000ന്റെ 10% വരുന്നത് 60,000 രൂപയാണ്. 60,000. കാരണം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 6,00,000. അതിന്റെ 10% 60,000 രൂപ. ഇനി വരുന്നത് എന്താണ്? ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എമൗണ്ട് എത്രയാണ്? ക്യാഷ് ഇൻ ഹാൻഡ് 4,600. അതുപോലെ തന്നെ ക്യാഷ് അറ്റ് ബാങ്ക് 90,000. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ അസറ്റ് സൈഡിൽ വരുന്നത്. ഇനി എന്താണ്? ലയബിലിറ്റി സൈഡാണ്. ലയബിലിറ്റി സൈഡ് ഫസ്റ്റ് ജനറൽ ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട് ആണ് എടുക്കേണ്ടത്. ജനറൽ ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട്. ജനറൽ ഫണ്ട് ആണ് കേട്ടോ. ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എന്ന് പറയും. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 11 ലക്ഷം. ഇനി അതോടുകൂടി എന്ത് ചെയ്യണം? സർപ്ലസ് ആഡ് ചെയ്യണം. ഈ സർപ്ലസ് എപ്പോഴാണ് ലഭിക്കുന്നത്? അത് കിട്ടണമെങ്കിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ എന്താണ്? ഓൾറെഡി ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലഭിച്ചത് എത്രയാണ്? 5,43,350 രൂപ. ആഡ് സർപ്ലസ്. ആഡ് സർപ്ലസ് 5,43,350. 43,350. 5,43,350. ടോട്ടൽ എത്രയാണ്? 16,43,350 രൂപ. ഇതാണ് ക്യാപിറ്റൽ ഫണ്ട്. മീൻസ് എന്താണ്? ജനറൽ ഫണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്രെഡിറ്റേഴ്സ് ഫോർ സപ്ലൈസ്. ക്രെഡിറ്റേഴ്സ് ഫോർ സപ്ലൈസ് 16,000 രൂപ. അതുപോലെ തന്നെ
ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് എത്രയാണ്? 25,000. നെക്സ്റ്റ് ഡൊണേഷൻ ഫോർ ലൈബ്രറി ബുക്സ്. Donation for library books. Donation for library books 84,000. 84,000 ആണ്. ഇത്രയുമാണ് ഇവിടെ ലാബിലിറ്റി സൈഡിൽ വരുന്നത്. ശേഷം എന്ത് ചെയ്യാം? രണ്ട് സൈഡ് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ടാലി ആവണം. ഇത് കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ് ലഭിക്കുന്നത്? 17,68,350 രൂപ. ഇവിടെ എത്രയാണ്? 17,68,350 രൂപ. ഇങ്ങനെയാണ് ഈ ഒരു ബാലൻസ് ഷീറ്റ് വരുന്നത്. ഇപ്പൊ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഈ ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് ഒരു ബ്രീഫായിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്ന പ്രതീക്ഷയോട് കൂടി ഈ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ്.